ചേട്ടാ ഡെലിവറി ചെയ്യാൻ ആളില്ലെങ്കിൽ പിന്നെ ഇത് എന്തിനാ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്? ഹലോ വ്യൂവേഴ്സ്, കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് നമ്മളിപ്പം ഹെവി സാധനങ്ങളൊക്കെ പാക്കേജൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് ഞങ്ങളൊരു ആശീർവാദിൻ്റെ 5 kg ഒരു പാക്കറ്റാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞങ്ങളായിട്ട് ക്യാൻസൽ ചെയ്തല്ല, നമ്മൾ ഇത്രയും ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിരുന്നത്. ഒരു 4 items ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ നമ്മൾ കുറേ തവണ ഡെലിവറി അവർ കാണിക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇന്ന് ഡെലിവറി ചെയ്യും, നാളെ ഡെലിവറി ചെയ്യും. ഈ പാക്കേജിനോട് കൂടി തന്നെ പാരലായിട്ട് നമ്മൾ വേറെ കുറച്ച് ഓർഡേഴ്സും കൂടെ പ്ലേസ് ചെയ്തിരുന്നു. ആ ഓർഡേഴ്സ് എല്ലാം എത്തിയിരുന്നു. അതെല്ലാം ചെറിയ ചെറിയ പാക്കേജ് ആയിരുന്നു. അപ്പം ആ കൊണ്ടുവന്ന ഡെലിവറി ബോയുടെ അടുത്താണ് നമ്മൾ ചോദിച്ചത്, എന്താ നമ്മുടെ സെയിം ഡേ ഡെലിവറി കാണിച്ച പാക്കേജും കൂടെ എന്താ കൊണ്ടുവരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കുമാണ് ആൾ പറഞ്ഞത് അവരത് എടുക്കുന്നില്ല എന്ന്. വലിയ പാക്കേജ് ഒന്നും 2 വീലറിൽ അവർ എടുക്കുന്നില്ല എന്നും, എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ പാക്കേജ് എത്താത്തതിന് ഇതായിട്ട് ഞങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തു. അതൊരു ലേഡി ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തത്. ആൾ പറഞ്ഞത് എത്ര വലിയ പാക്കേജ് ആണെങ്കിലും അത് ഡോർ സ്റ്റെപ്പ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അത് നമ്മുടെ വീട്ടിൽ തന്നെ എത്തേണ്ടതാണ്. അതിനുള്ള ഡെലിവറി ചാർജ് നമ്മൾ പേ ചെയ്യുന്നതാണല്ലോ. അപ്പം അതെന്തായാലും നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ എത്തേണ്ടതാണെന്നാണ് ആൾ പറഞ്ഞത്. അതെത്തും എന്നും പറഞ്ഞിരുന്നു. ബട്ട് നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ ഇത് ക്യാൻസൽഡ് എന്നും പറഞ്ഞിട്ട് അവരുടെ സൈഡിൽ നിന്ന് വന്നത്. പിന്നെ നമ്മൾ അതിനെ തുടർന്ന് നമ്മൾ വീണ്ടും വിത്തൗട്ട് ആ വലിയ ഒരു പാക്കേജ് ഇല്ലാതെ നമ്മൾ ഈ ഓർഡർ പ്ലേസ് ചെയ്തു. അതെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നു. അപ്പം നമുക്ക് സംഭവം കിട്ടി. പിന്നെ നമ്മൾ അതുപോലെ തന്നെ വലിയൊരു പാക്കേജ് ഓർഡർ ചെയ്തതായിരുന്നു ഇതും അത്യാവശ്യം വലിയൊരു പാക്കേജ് ആയിരുന്നു. ഇത് നമുക്ക് ഡെലിവറി പ്രൊവൈഡ് ചെയ്തത് ഏജൻസി എന്ന് പറയുന്നത് ഡെലിവറി എന്ന് പറയുന്ന ഏജൻസി ആയിരുന്നു നമുക്ക് ഡെലിവറി പ്രൊവൈഡ് ചെയ്തത്. അവർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ സാധനം എത്തിച്ചിരുന്നു. ഇ കാർട്ട് സർവീസ് ആണ് ഈ ഇത്രയും നമുക്ക് മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മളിപ്പം ഡെലിവറി പറഞ്ഞ സാധനങ്ങൾ ഒത്തിരി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് അറിയില്ലല്ലോ, കാരണം ഫ്ലിപ്കാർട്ട് ഏത് ഏജൻസീനെയാണ് അസൈൻ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ഡെലിവറി കറക്റ്റായിട്ട് പാക്കേജ് എല്ലാം നമുക്ക് ഇവിടെ എത്തിക്കുന്നുണ്ട്, പറയുന്ന ഡേറ്റ് തന്നെ എത്തിക്കുന്നുണ്ട്. ബട്ട് ഇ കാർട്ടാണ് ഈ സർവീസ് എല്ലാം ഇങ്ങനെ ലാഗാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിത് ഒരു പ്രഷർ വാഷർ ഓർഡർ ചെയ്തതായിരുന്നു. ഇത് നമ്മൾ ഇതുപോലെ തന്നെ കുറേ വട്ടം ഡെലിവറി അവർ ഇവിടെ ഡെലിവറി ചെയ്യുന്നു പറഞ്ഞു. ബട്ട് നമുക്ക് ഡെലിവറി കിട്ടിയില്ലായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഇപ്പം നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ശൂരനാടാണ്. ഇവിടുന്ന് നമുക്കൊരു 10 kilometer ഉണ്ട് ചാരിമൂട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ഇവരുടെ ഔട്ട്ലെറ്റിലേക്ക്. അപ്പം ആ ഏജൻസി ഔട്ട്ലെറ്റിൽ പോയാണ് നമ്മളിത് ഡയറക്റ്റ് കളക്ട് ചെയ്തത്. നമ്മളൊരു എത്രയോ രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ബട്ട് അവിടെ പോയി ഇത് കളക്ട് ചെയ്യാന്ന് പറയുമ്പം ഇത്രയും വലിയ പാക്കേജ് ആകുമ്പോഴത്തേക്കും നമുക്കും 2 വീലറിലൊന്നും പോയി എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ 4 വീലറിൽ റിലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്കും അത് എക്സ്പെൻസീവായിട്ട് തന്നെ മാറുകയാണ്. പിന്നെ നമ്മൾ ലാഭം എന്ന് പറയുന്നത് അവിടെ നഷ്ടമായിട്ടാണ് നമുക്ക് മാറിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 2 പാക്കേജും ഇപ്പം കാണിക്കുന്നത്, ഇത് ഇവരുടെ ഔട്ട്ലെറ്റിൽ എത്തിയത് സൺഡേ 15th എത്തിയതാണ്. ഔട്ട് ഫോർ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കണ്ടു, വെനസ്ഡേ 18th September എത്തേണ്ട സാധനമാണ്. ഇന്നിപ്പോൾ ഡേറ്റ് 19th ആയി. ഇവർ ഇതുവരെ എത്തിച്ചിട്ടില്ല. അപ്പം ഇത് വലിയ പാക്കേജ് ആണ്. കാരണം ഇത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ ഇത് ഓർഡർ ചെയ്ത് എൻ്റെ വീട്ടിൽ ഓർഡർ ചെയ്തപ്പോഴും ഈ സംഭവം അവരെത്തിച്ചതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 2 വീലറിലാണ് ഇത്രയും വലിയ പാക്കേജ് അവർ കൊണ്ടുവന്നിരുന്നത്. ആ ഡെലിവറി ബോയുടെ പുള്ളിക്കാരനും പറഞ്ഞതാണ് ഇത്രയും വലിയ പാക്കേജ് ഒക്കെ എടുക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണെന്നും ഏജൻസി വേറെ ആൾക്കാരെ അസൈൻ ചെയ്യേണ്ടതാണ്, പക്ഷെ അവർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവരുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻറ്റ് അവർ നമ്മളോട് പറയാണ്. ബട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. നമ്മൾ ഇത് ചെയ്യേണ്ടവർ ഇതിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ആക്ഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഒരു വലിയ പാക്കേജാണിത്. ഇതും ഇതുപോലെ തന്നെ ഇ കാർട്ട് ലോജിസ്റ്റിക്സ് ആണ്. സാറ്റർഡേ 14th ഇത് അവരുടെ ഏജൻസിയിൽ എത്തിയിരിക്കുന്നത്.
നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. സംഭവം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇത് അത്യാവശ്യമാണ്. നമ്മളിത് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മളിതെല്ലാം ഓർഡർ ചെയ്യുന്നത്. ഇന്ന ഡേറ്റിന് വരുമെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ നമ്മളിതെല്ലാം ഓർഡർ ചെയ്യും. ബട്ട് നമുക്ക് ഇതെല്ലാം കിട്ടുന്നില്ല. എല്ലാം വലിയ പാക്കേജ് ആയതുകൊണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഒരു അസംഷൻ നമ്മളിപ്പോൾ നടത്തുന്നത്. എന്താണെന്ന് അറിയാനായിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റ് വീണ്ടും ഔട്ട്ലെറ്റിലേക്ക് അവരുടെ ഔട്ട്ലെറ്റിൽ പോയി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് നമ്മളിപ്പം ഇതിലിടാൻ പോകുന്നത്. ബാക്കി നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യുന്നതും എല്ലാം നമ്മുടെ പുറകെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്ഥലത്തു നിന്നും ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഈ ഔട്ട്ലെറ്റിലേക്ക്. അവിടെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഡെലിവറി ബോയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് ഓരോ പാക്കേജിന് 15 രൂപ വീതം എന്തോമാണ് അവർക്ക് കിട്ടുന്നതെന്നും. അപ്പം അവർ കൂടുതൽ നമ്പർ ഓഫ് പാക്കേജ് എടുക്കാനേ നോക്കത്തുള്ളൂ. അപ്പോൾ അവർ ചെറിയ ചെറിയ പാക്കേജേ എടുക്കത്തുള്ളൂ എന്നും വലിയ പാക്കേജൊക്കെ അവരവിടെ വെക്കും. പിന്നെ ഏജൻസിയിലുള്ള ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു ഇതുപോലെ വലിയ പാക്കേജ് ഇവിടെ വന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, നിങ്ങൾ വന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 days ഇവിടെ വെക്കും, അതിനുശേഷം അത് അവർ റിട്ടേൺ ചെയ്യും. അങ്ങനെ ആയിരിക്കാം ഞങ്ങളുടെ ഓർഡറും ക്യാൻസലായി പോയിരിക്കും.